ഗൈസ്, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഒരു അഭിവാജ്യ ഘടകമാണെന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ നൽകിയിട്ട് പെട്ടെന്ന് ഡിസപ്പയർ ആയി പോയിട്ടുള്ള ചില താരങ്ങൾ, ഇങ്ങനെയുള്ള 3 താരങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. പ്രധാനമായിട്ടും എൻ്റെ ഒരു ചൈൽഡ്ഹുഡിലെ ഓർമ്മകളിൽ നിന്ന് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ള താരങ്ങളെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം ആദ്യമേ ഓർമ്മിപ്പിക്കുന്നു. ആദ്യത്തെ താരം ജോഗിന്ദർ ശർമ്മയാണ്. ചെറുപ്പത്തിലൊക്കെ ക്രിക്കറ്റ് ശരിക്കും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ T20 വേൾഡ് കപ്പ് 2007 നടക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു താരം ഉണ്ടായിരുന്നു എന്ന് പറയുന്നൊരു തോന്നൽ വരുന്നത്. ഇംഗ്ലണ്ടിനെതിരെ നടന്ന മത്സരത്തിലാണ് ജോഗിന്ദർ ശർമ്മ ആദ്യമായിട്ട് കളിക്കുന്നത്. എന്നാൽ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ അല്ലെങ്കിൽ ഇന്ത്യക്കാരൊക്കെ തന്നെയും ഈ ഒരു താരത്തെ ഓർത്തിരിക്കുന്നത് ആ ഒരു ലോകകപ്പ് വിജയത്തിന് പിന്നിലുള്ള പാകിസ്ഥാനെതിരെ നടന്ന മത്സരത്തിലെ അവസാനത്തെ ഓവറിലൂടെയാണ്. 13 റൺസായിരുന്നു അന്ന് പാകിസ്ഥാൻ അവസാനത്തെ ഓവറിൽ വേണ്ടിയിരുന്നത്. ആ സ്കോർ ഡിഫെൻഡ് ചെയ്ത് മിസ്ബാഹുൽ ഹക്കിൻ്റെ വിക്കറ്റ് എടുത്ത് ഇന്ത്യ വേൾഡ് കപ്പിലേക്ക് എത്തിച്ചിട്ടുള്ള ഒരു ബോളറായിരുന്നു ജോഗിന്ദർ ശർമ്മ. എന്നാൽ ഈ ഒരു മീഡിയം ഫാസ്റ്റ് ബോളർ അതിനുശേഷം ഡിസപ്പിയർ ആയി പോകുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അതിനുശേഷം അദ്ദേഹത്തെ ദേശീയ കുപ്പായത്തിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. 2008 IPL ആരംഭിക്കുന്ന സമയത്ത് അദ്ദേഹം ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ താരമായിരുന്നു. പക്ഷേ ചെന്നൈ സൂപ്പർ കിങ്സിലൊന്നും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇൻകൺസിസ്റ്റൻസി, ഇഞ്ചുറി പ്രശ്നങ്ങൾ, പിന്നെ ഒരു മീഡിയം ഫാസ്റ്റ് ബോളറായിട്ടുള്ള അദ്ദേഹത്തിന് വലിയ വേരിയേഷൻസ് ഇല്ലായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങളാണ് അന്ന് കേട്ടിരുന്നത് അദ്ദേഹത്തിനൊരു ഭാവി ഇല്ലാണ്ടായി പോയത് എന്നുള്ളത്. ഹരിയാനക്കാരനായിട്ടുള്ള ഇദ്ദേഹം നിലവിൽ ഹരിയാന പോലീസിൽ ഒരു DSP ആയിട്ട് ജോലി ചെയ്തു വരികയാണ്. അടുത്ത താരം ടിനു യോഹന്നാനാണ്. ഇദ്ദേഹം ഒരു മലയാളിയാണ്, കൊല്ലംകാരനാണ്. ടിനു യോഹന്നാനെ പറ്റി എനിക്ക് ഉള്ളൊരു ഓർമ്മ, ഞാനൊക്കെ വളരെ ചെറുതായിരുന്ന സമയത്ത് ആണ് പത്രത്തിലൊരു വാർത്ത കാണുന്നത്, ഇന്ത്യൻ ടീമിലേക്കൊരു മലയാളി താരം, അതായിരുന്നു ടിനു യോഹന്നാൻ. അന്ന് ഞാനൊരു സ്പോർട്സ് മാഗസിൻ വാങ്ങിച്ചതൊക്കെ ഓർമ്മയുണ്ട്. അന്ന് ടിനു യോഹന്നാൻ്റെ ഒരു A4 സൈസിലുള്ള ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു. അന്ന് എൻ്റെ റൂമിലൊക്കെ ഞാനത് ഒട്ടിച്ചു വെച്ചതായിട്ടൊക്കെ ഓർമ്മയുണ്ട്. അത്രയും ഒരു ക്യൂരിയോസിറ്റിയും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ആയിരുന്നു. കാരണം ഒരു മലയാളിയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ കളിക്കാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം കൊണ്ട് തന്നെ. 2001 ടെസ്റ്റിലും 2002 ഏകദിനത്തിലും അരങ്ങേറ്റം കുറിച്ചിട്ടുള്ള ഈ ഒരു താരത്തിന് ആകപ്പാട് ഒരു വർഷമാണ് ദേശീയ ടീമിൻ്റെ ഒരു കുപ്പായത്തിൽ കളിക്കാൻ സാധിച്ചതെന്നുള്ളതാണ്. അന്ന് ഇന്ത്യൻ ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അത്യാവശ്യം സ്ട്രോങ് ആയിരുന്നു. ഇപ്പോൾ സഹീർ ഖാൻ, ജവഗൽ ശ്രീനാഥ്, ആശിഷ് നെഹ്റ, അതിനുശേഷം ഇർഫാൻ പത്താൻ്റെയൊക്കെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു ഒരു നിരയിൽ. എന്താണെങ്കിലും 2008 വരെ അദ്ദേഹത്തിന് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ കേരള ടീമിനൊക്കെ വേണ്ടി കളിക്കാനായിട്ട് സാധിച്ചിരുന്നു. പിന്നെ ടിനു യോഹന്നാനെ പറ്റി പറയുമ്പം ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, അത്രയും ഒരു ഹൈറ്റുള്ള ഒരു ഫാസ്റ്റ് ബോളറൊന്നും നമ്മൾ ഇന്ത്യയിൽ അധികം കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഇഷാന്ത് ശർമ്മയൊക്കെ വന്നു. പക്ഷേ അതിനേക്കാൾ മുമ്പാണല്ലോ ഇദ്ദേഹത്തിൻ്റെ ഒരു വരവ് എന്ന് പറയുന്നത്. നമ്മൾ പാകിസ്ഥാൻ ടീമിലും അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലും ഇംഗ്ലണ്ടിലും ഒക്കെ നല്ല ഉയരക്കാരായിട്ടുള്ള ഫാസ്റ്റ് ബോളേഴ്സിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്രയും 6 അടി 4 ഇഞ്ചോ മറ്റോ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഉയരം. അടുത്ത താരം പോൾ വാൽറ്റാറ്റിയാണ്. മഹാരാഷ്ട്രക്കാരനായിട്ടുള്ള ഇദ്ദേഹത്തിനെ എല്ലാവരും ഓർക്കുന്നത് 2011 CSKക്കെതിരെ പഞ്ചാബിൻ്റെ താരമായിരുന്ന പോൾ വാൽറ്റാറ്റി നേടിയിട്ടുള്ള ഒരു മാസ്മരിക ഇന്നിങ്സ് തന്നെയാണ്. 63 ബോളിൽ 120 റൺസാണ്. ആ ഒരു ഇന്നിങ്സ് ഇപ്പോഴും ക്രിക്കറ്റ് ആരാധകർ, ലൈവായിട്ട് കണ്ടവർ പ്രത്യേകിച്ച് മറക്കാൻ ഇടയില്ല എന്നുള്ളതാണ്. ആ സീസണിൽ അദ്ദേഹം ഒരു മികച്ച പ്രകടനം തന്നെയായിരുന്നു നടത്തിയത്. 14 മത്സരങ്ങളിൽ നിന്ന് 463 റൺസാണ് പോൾ വാൽറ്റാറ്റി എന്ന് പറഞ്ഞിട്ടുള്ള താരം നേടിയിട്ടുണ്ടായിരുന്നത്. ഇദ്ദേഹം നാഷണൽ ടീമിൻ്റെയൊക്കെ ഒരു പ്രധാന താരമാകുമെന്നൊക്കെയുള്ള പ്രതീക്ഷകളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അതൊന്നും സംഭവിച്ചില്ല. പിന്നീട് അടുത്ത സീസണുകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു തകർച്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ്. 2012 6 മത്സരങ്ങളിൽ നിന്ന് വെറും 30 റൺസിന് മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ സാധിച്ചെങ്കിൽ 2013 ആകപ്പാട് കളിച്ചത് 1 മത്സരം മാത്രമാണ്. അതിൽ 6 റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് സ്വന്തമാക്കാൻ സാധിച്ചത്. 2014 ആയപ്പോഴത്തേക്കും IPL ഒരു ടീമിനും വേണ്ടാത്ത താരമായി മാറിക്കഴിഞ്ഞിരുന്നു പോൾ വാൽറ്റാറ്റി. ഇദ്ദേഹം ദേശീയ ടീമിൽ നിന്നും കളിച്ചിട്ടില്ല, പക്ഷേ ഇന്ത്യയുടെ അണ്ടർ-19 ടീമിൻ്റെയൊക്കെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു പ്ലെയർ ആയിരുന്നു. ഗൈസ്, ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന മറ്റ് താരങ്ങൾ ആരൊക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമ്പോസിൽ എഴുതാവുന്നതാണ്. ഇത് ഒരു ഫസ്റ്റ് പാർട്ട് വീഡിയോ എന്ന നിലയിലാണ്. ഇതേപോലുള്ള ഒരുപാട് താരങ്ങളെ പറ്റിയിട്ട് നമുക്ക് ഇനിയും നമ്മുടെ ചാനലിലൂടെ സംസാരിക്കാം.